പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, എൽദ ദനഹ നോയമ്പിലെ 7-ാം ദിവസം ഒരിക്കൽ കൂടെ നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ പോകുന്നു. സമർപ്പണത്തിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനം. ഇന്നത്തെ സുവിശേഷ വാക്യം നമ്മളെ അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ 25 നോയമ്പിൽ നമ്മൾ എത്രത്തോളം സന്തോഷിച്ചാലും അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ബലപ്പെടുത്തണം. പ്രാർത്ഥന മുഖേന നമ്മൾ ശക്തി പ്രാപിക്കണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവത്തിലേക്കും കൂടുതൽ അനുഗ്രഹത്തിലേക്കും നമ്മളെ നയിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വീണ്ടും കർത്താവായ യേശു മിശിഹാ നമ്മളോട് സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 25 നോയമ്പിൽ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമുക്ക് ചേർത്ത് വയ്ക്കാം. സ്നേഹിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ക്ഷമയുടെ നാഥൻ നമ്മളെയും സ്നേഹിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ നോയമ്പ് അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.